ഇടുക്കി ചെരിപ്പുറത്തെ ഏലക്ക സ്റ്റോറിൽ നിന്നും ഉണക്കി സൂക്ഷിച്ചിരുന്ന ഏലക്ക മോഷ്ടിച്ച് കടത്തിയിട്ട് 1.5 വർഷം പിന്നിടുകയാണ്. മുത്തനാട്ട് ബിനോയ് മാത്യു എന്ന കർഷകന് നഷ്ടമായത് 15 ലക്ഷത്തോളം രൂപയാണ്. പ്രതി ആരെന്നും തൊണ്ടിമുതൽ എന്ത് ചെയ്തെന്നും പോലീസ് കണ്ടെത്തി. പക്ഷേ അറസ്റ്റ് വൈകുന്നത് എന്ത് എന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഡ്രയറിനുള്ളിൽ ഉണക്കി ഇവിടെ സൂക്ഷിച്ചിരുന്ന 540 കിലോ ഏലക്ക മോഷണം പോകുന്നത്. പ്രതി ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 1.5 വർഷത്തോടടുക്കുമ്പോഴും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഞാൻ ഓണത്തിന് പിള്ളേരുമായിട്ട് ആഘോഷിക്കാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ സ്റ്റോറ് ഇതിനെ കുത്തിപ്പൊളിച്ച് ഇതിന് ലോക്കുണ്ടായിരുന്നു, അതൊരു കുത്തിപ്പൊളിച്ചു. അതിനുശേഷം ഈ ഭാഗത്ത് ആയിരുന്നു എനിക്ക് ഏകദേശം 100 ചാക്കോളം ഉണക്കുക സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിലെ വന്നിട്ട് ഈ അട്ടിയിട്ട് അതിൻ്റെ ബാക്കിക്കുള്ളിൽ കയറി ഈ ഭാഗത്തു നിന്നാണ് മോഷണം അവരെടുത്തിട്ട് പോയി എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് നോക്കുമ്പം അട്ടി അങ്ങനെ തന്നെ നിൽക്കും, പുറകിൽ നിന്ന് എടുത്ത് വരും. അപ്പോൾ തോട്ടത്തിൽ അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തോട്ടത്തിൽ നമ്മുടെ പണിക്കാർ വീട്ടിൽ നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ എന്നെ ഇവർ പെട്ടെന്ന് വിളിച്ച് വിവരം പറഞ്ഞു. ആദ്യം ഷോക്കായി പോയി. പിന്നെ തന്നെ പെട്ടെന്ന് ഞാൻ രായക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി. പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രതികളെ പറ്റിയും വ്യക്തമായിട്ട് സൂചനയുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ആത്മസുഹൃത്താണെന്നാണ് പറയപ്പെടുന്നത്. അവരെ പല പ്രാവശ്യം ചോദ്യം ചെയ്യുകയും അതിനുശേഷം എൻ്റെ അറസ്റ്റിൻ്റെ വക്കിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറയുന്നു എല്ലാം കൊണ്ടുപോയി വണ്ടി ഏതാണെന്ന് അദ്ദേഹം ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ അത് ഏകദേശമൊക്കെ അവർക്കും അറിയാവുന്നതാണ്, എങ്ങനെയാണ് എങ്ങോട്ടാണ് പോയത്, എവിടെയാണ് കൊണ്ട് വെച്ചത്. നമ്മളിങ്ങനെ കായെടുത്ത് കൃഷിക്കാരെ സംബന്ധിച്ചോളം ഒരു നല്ല മാർക്കറ്റ് വില നോക്കി നല്ല വില കൂട്ടുന്ന സമയത്താണ് വിൽക്കുന്നത്. അതിനുവേണ്ടി നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചറിയുന്നു. ആ സാധനമാണ് മോഷണം പോയത്. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം രൂപയുടെ സാധനം പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയിലാണ് ഈ കർഷകൻ ഇന്ന്. മോഷ്ടിച്ചതാരാണെന്നറിയാം, മോഷ്ടിച്ച മുതൽ എവിടെയെന്നറിയാം. എന്നിട്ടും അറസ്റ്റ് വൈകുന്നതിന് കാരണമെന്ത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്.